അതാ പറയണേ, ഈ വിഡ്ഢിത്തത്തിൽ ഞരങ്ങി കുഴഞ്ഞു മറിഞ്ഞ് നീങ്ങണ വിഡ്ഢികൾ സ്വന്തം നാവ് ചീത്തയാക്കി നുണ പറഞ്ഞ് കണ്ണ് ചീത്തയാക്കണവർ നുണയും പറഞ്ഞ് നുണ പറയാൻ പഠിച്ചിട്ടില്ല. എന്നിട്ടും ആ ഒരു കൂരിദാസും ഇങ്ങനെയുള്ളവരെ യഹോവയെ യേശുവരെ രക്ഷിക്കാൻ പോകണില്ല. അപ്പം ഞാൻ തറപ്പിച്ച് തന്നെ പറയണം, അത് കിട്ടേണ്ട സമയത്ത് കിട്ടും. ഇവരുടെ ശവപ്പെട്ടി കാണാൻ ഞാൻ പോവില്ല. അത് കറക്റ്റായിട്ട് പറയണത് കൊണ്ട് തന്നെ പറയണം. ഞാൻ ചിലപ്പോൾ വല്ല കറങ്ങി നടന്ന് വരും. ശവപ്പെട്ടി ഒരു വർഷം കഴിഞ്ഞാലും അവിടെ ആ ഭാഗത്തേക്ക് പോവില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ്, കിട്ടേണ്ട നേരത്ത് കിട്ടും സമയത്ത്. അതെനിക്ക് വലിയ അതിനെക്കുറിച്ച് വെച്ചാൽ നിങ്ങൾ വെട്ടിത്തരം അതേപോലെ തന്തയുടെ റിട്ടേൺ ടീച്ചർ അതേപോലെ അനുകരിച്ച് ഇല്ലാണ്ടാവാണ്. സമയത്തിനെല്ലാം ഉള്ളപ്പോൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ വരും. പിന്നെ പെണ്ണുങ്ങൾ ആണുങ്ങൾ നിങ്ങൾക്ക് ആണത്തും പെണ്ണത്തും ഇല്ലാത്തവർ കല്യാണം കഴിക്കാൻ തത്രപ്പെടുന്ന, മക്കളുണ്ടാക്കാൻ തത്രപ്പെടുന്ന പോലെ, ജോലി ചെയ്യാൻ തത്രപ്പെടുന്ന പോലെ അങ്ങനെ തത്രപ്പെടേണ്ട ആവശ്യമില്ല. പാപികളുടെ ശോഷിച്ച അവസ്ഥയാണത്. ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് നടക്കും. സെലക്ഷൻ ശരിയാൻ വേണ്ടി ഒരു കുരുട്ടും ചാണകമോതുള്ള സാധനങ്ങളെ ആ ഇമ്പമുള്ള ജീവിനി മോന്തയല്ല. കുരുട്ട് മോന്തകൾ അവരുടെ വീട്ടിൽ പോകാൻ തോന്നില്ലേ? വീട്ടിൽ പോയി ജ്യൂസ് കൊണ്ടുവച്ച് ജ്യൂസ് ആ കുരുട്ട് മോന്തം കണ്ട് ചാണകമോന്തം കൊണ്ട് കുടിക്കാൻ തോന്നിയാലല്ലേ ഇറക്കാൻ തോന്നുള്ളൂ. മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വെഡിത്തിന് ഒട്ടുന്നൊക്കെ പറഞ്ഞ് സ്വന്തം ശോഷിച്ചാവസ്ഥ എപ്പോഴും മനസ്സിലാക്കാണ്ട് അതേപടി തുടർന്ന് വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യണ സാക്രിഫൈസ്, പാതിരികളെ മുത്തി എല്ലാം ജീവനില്ലാത്തതിനെ ആരാധിച്ച് ജപമാല ജൽപ്പനയൊക്കെ അനുകരിച്ച് അവർക്ക് അരോചകമാണ് യഹോവയ്ക്ക്. ദേഷ്യം തന്നെ പറയണം. കിട്ടേണ്ട സമയത്ത് കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടും ഈ ജീവനില്ലാത്ത സ്ത്രീകളെ അശ്വരം എന്ന് പറഞ്ഞ അർത്ഥം പറയണം. ഹ്യൂമൻസിനെയും മൃഗങ്ങളെയും ആരാധിക്കാൻ നിങ്ങൾക്ക് നാണാവില്ലേ? അതാണ് അരുന്ന് കൂട്ടി വാങ്ങലിൻ്റെ ഒരു തുടർച്ച നടക്കണത്.